ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസവും നമ്മളൊരു സുഭാഷിതം പഠിച്ചു അല്ലേ? ഇന്നും ഒരു സുഭാഷിതമാണ്. എന്താണെന്ന് നോക്കാം. അജ്ഞഃ സുഖമാരാധ്യഃ സുഖതരമാരാധ്യതേ വിശേഷജ്ഞഃ ജ്ഞാനലവ ദുർവിദഗ്ധം ബ്രഹ്മാപി തം നരം നരം ജയതി. അജ്ഞഃ സുഖമാരാധ്യഃ സുഖതരമാരാധ്യതേ വിശേഷജ്ഞഃ ജ്ഞാനലവ ദുർവിദഗ്ധം ബ്രഹ്മാപി തം നരം നരം ജയതി. സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. അജ്ഞഃ സുഖമാരാധ്യഃ, സുഖം പ്ലസ് ആരാധ്യഃ, സുഖമാരാധ്യഃ. സുഖതരം ആരാധ്യഃ, സുഖതരം പ്ലസ് ആരാധ്യഃ, ആരാധ്യതേ സുഖതരം ആരാധ്യതേ വിശേഷജ്ഞഃ ജ്ഞാനലവ ദുർവിദഗ്ധം ബ്രഹ്മാപി, ബ്രഹ്മ പ്ലസ് അപി തം നരം നരഞ്ജയതി. നരഞ്ജയതി, നരഞ്ജയതിയാണ് നരഞ്ജയതി. നരഞ്ജയതി എങ്ങനെ പറയാം? രഞ്ജയതി, ന പ്ലസ് രഞ്ജയതിയാണ് നരഞ്ജയതി. ഇനി നമുക്ക് എന്താണെന്ന് അതിൻ്റെ അർത്ഥം നോക്കാം. ആദ്യമായിട്ട് അജ്ഞഃ, അജ്ഞൻ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൻ. സുഖമാരാധ്യ, സുഖത്തെ ആരാധിക്കുന്നവനാണ്, സുഖങ്ങളെയൊക്കെ ആരാധിക്കുന്നവനാണ്. സുഖതരം ആരാധ്യത വിശേഷജ്ഞ, എന്നാൽ വിശേഷമായ ജ്ഞാനമുള്ളവൻ, വിശേഷമായ അറിവുള്ളവൻ. സുഖതരം ആരാധ്യത, അത് മറ്റേ സുഖത്തിനേക്കാൾ ആത്മീയ സുഖത്തിനാണ് ആരാധിക്കുന്നത്, ആത്മീയ സുഖത്തെയാണ് ആരാധിക്കുന്നത്. ജ്ഞാനലവ ദുർവിദഗ്ധം, ജ്ഞാനലവ ദുർവിദഗ്ധം. ജ്ഞാനലവം എന്ന് പറഞ്ഞാൽ അല്പജ്ഞാനം, കുറച്ച് ജ്ഞാനമുള്ളവൻ. ദുർവിദഗ്ധം ദുരാഗ്രഹി, കുറച്ചറിവുള്ളവനും ദുരാഗ്രഹിയുമായ നരനെ, നരം. ബ്രഹ്മാപി, ബ്രഹ്മാവ് പോലും, ബ്രഹ്മ പ്ലസ് അപിയാണ് ബ്രഹ്മാപി. ബ്രഹ്മാപി തം നരം നരഞ്ജയതി, ബ്രഹ്മാവ് പോലും ആ നരനെ, ഏത് നരനെ? ജ്ഞാനം എന്തെന്ന് പറയുന്ന അജ്ഞനായിട്ടുള്ളവനെ രഞ്ജയതി. രഞ്ജയതി രഞ്ജയതി എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുക. രഞ്ജയതി സന്തോഷിപ്പിക്കുന്നില്ല എന്ന്. ഇതാണ് നേരിട്ടുള്ള അതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞു അജ്ഞഃ. അജ്ഞൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? തീരെ വിവരമില്ലാത്തവൻ എന്നുള്ള അർത്ഥമാണ്. തീരെ വിവരമില്ലാത്തവൻ എന്നർത്ഥം ഇല്ല, പക്ഷെ അർത്ഥം എന്താണ്? എന്തിലാണ് ജ്ഞാനമുള്ളത്? ലൗകിക സുഖങ്ങളിൽ. ലൗകിക സുഖം എങ്ങനെയൊക്കെ നേടാം എന്നുള്ളതിൽ ജ്ഞാനമുള്ള ആളാണ് അത്. അല്ല തീരെ ജ്ഞാനമില്ലാത്തവൻ എന്നുള്ള അർത്ഥമല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ലൗകിക സുഖങ്ങളെക്കുറിച്ചും സമ്പാദനത്തിനെ കുറിച്ചുമൊക്കെ തീർച്ചയായും ജ്ഞാനം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ലൗകിക സുഖം വേണമെങ്കിൽ അതിന് ധനം വേണം. ധനം ഉണ്ടാക്കാൻ ചില സമ്പാദനത്തിലുള്ള മാർഗ്ഗങ്ങൾ വേണം. തീരെ നിവർത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആൾക്കാർ മറ്റുള്ളവരെ നിന്ന് കട്ടുമോട്ടിച്ചും കൊന്നും എല്ലാം എന്ത് ചെയ്യും? പണം ഉണ്ടാക്കും. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കും. എന്തിനാണ്? തൻ്റെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ആ ചേർക്കുന്ന സുഖങ്ങൾക്ക് മാത്രമാണ് ആ പണം ചിലവാക്കുന്നത്, അല്ലാതെ മറ്റു നല്ല പ്രവർത്തികൾക്കോ എന്നും അത് ചിലവാക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കേവലം സുഖഭോഗങ്ങൾ മാത്രമാണ് അയാൾക്കുള്ള ജ്ഞാനം. അതുകൊണ്ടാണ് അജ്ഞഃ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൽ മാത്രമേ ഉള്ളൂ ജ്ഞാനം. ബാക്കി നല്ല കാര്യങ്ങൾക്കൊന്നും ജ്ഞാനമില്ല. അപ്പം ഇപ്പം അറിയാമല്ലോ, സ്വത്തിന് വേണ്ടി സ്വന്തം സഹോദരങ്ങളെയും അമ്മയും അച്ഛനെയൊക്കെ ഉപദ്രവിച്ചിട്ട് എല്ലാവരും നേടിയെടുക്കുന്ന കാലമാണെന്ന്. അപ്പോൾ അങ്ങനെ നേടിയെടുക്കാനുള്ള പ്രവണതയാണ് ഇങ്ങനെയുള്ളവർക്ക്. ഇനി സുഖതരമാരാധ്യതേ വിശേഷജ്ഞ. ഇനി ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, ഈ അജ്ഞനായിട്ടുള്ള ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ബ്രഹ്മാപി തം നരം നരഞ്ജയതി, ബ്രഹ്മാവ് പോലും ആ നരനെ, ആ മനുഷ്യനെ നരഞ്ജയതി സന്തോഷിപ്പിക്കില്ല. ബ്രഹ്മാവ് പോലും സന്തോഷിപ്പിക്കില്ല എന്നാണ്.
അപ്പോൾ പക്ഷേ അടുത്തത് പറഞ്ഞു സുഖതരമാരാധ്യതേ വിശേഷജ്ഞ. എന്നാൽ വിശേഷ ഗുണം നേടിയവർ, വിശേഷ ജ്ഞാനം നേടിയ ഒരാളെങ്ങനെയാണ് സുഖതരമാരാധ്യതേ, അത് ഈ ലൗകിക സുഖമല്ല, അലൗകികം അല്ലെങ്കിൽ ആത്മീയ സുഖത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് നമ്മളൊക്കെ രാമായണത്തിലൊക്കെ കേട്ടിട്ടില്ല. രാമായണത്തിൽ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം. ഭോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ലൗകിക സുഖങ്ങൾ, സുഖത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ക്ഷണപ്രഭ പോലെ ചഞ്ചലമാണ്. ക്ഷണപ്രഭ എന്താണ്? ക്ഷണനേരം കൊണ്ട് പ്രഭ വിടർത്തുക, പ്രഭ വെളിച്ചം. ക്ഷണനേരം കൊണ്ട് വെളിച്ചം തരുന്നത് അതാണ്, മിന്നലാണ്. അതുകൊണ്ടാണ് മിന്നലെ ക്ഷണപ്രഭ എന്ന് പറയുന്നത്. അപ്പോൾ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ പോലെ ചഞ്ചലമാണ്, നിൽക്കുന്നില്ല, അത് അവിടെ തന്നെ നിൽക്കുന്നില്ല, പെട്ടെന്ന് പോകുന്നു, ചഞ്ചലമാണ്. ഏത്? ഭോഗങ്ങൾ, ലൗകിക സുഖങ്ങൾ. എന്താ കാരണം അങ്ങനെ? നമ്മളത് ജീവിതകാലം മുഴുവൻ ഈ സുഖങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ഇല്ല. അതിനാണ് വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. വേഗേന നഷ്ടമാകും. ഏതുപോലെ? ക്ഷണപ്രഭ പോലെ, മിന്നൽ പോലെ നമ്മുടെ ആയുസ്സും തീരും പെട്ടെന്നായിരിക്കും. ഒരു എല്ലാ സൗകര്യങ്ങളും എല്ലാം കൊടുത്ത് ഞാൻ ഇനി എന്നെ കവിഞ്ഞാരുമില്ല എന്ന് കരുതി അഹങ്കരിച്ച് നടക്കുന്ന അത്രയോ ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ ഈ സൗകര്യങ്ങളെല്ലാം എപ്പോഴും കിട്ടുമെന്ന് ആരും വിചാരിക്കരുത്. വേഗേന നഷ്ടമാം ആയുസ്സും എന്ത് ചെയ്യും? പെട്ടെന്ന് തീർന്നു പോകും. ഇനി അതിനൊരു ഉദാഹരണമാണ് അടുത്ത വേറൊരു വരിയുണ്ട്. വന്യസന്തപ്തലോഹസ്താംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. വന്യസന്തപ്തലോഹസ്താംബുബിന്ദുന. വന്യ എന്താ? അഗ്നി, തീ. വന്യസന്തപ്ത ലോഹം. ലോഹം എന്താ? ലോഹം അറിയാം എന്താണ് ഒരു ലോഹം. ഈ ലോഹം സംതപ്തമായിരിക്കുക, അതായത് ചുട്ട് പഴുത്തിരിക്കുക, വണ്ണിയിലിട്ട് തീയിലിട്ടിട്ട് ചുട്ട് പഴുത്ത് അങ്ങനെ ഇരിക്കുക. അതിനകത്ത് അമ്പുബിന്ദു, അമ്പു എന്ന് പറഞ്ഞാൽ ജലത്തിൻ്റെ ഒരു തുള്ളി ബിന്ദു ഒത്ത് വീഴുകയാണ്. എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പെട്ടെന്ന് സീനൊരു ശബ്ദം കേട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ആ വെള്ളം അവിടെ കാണാൻ പറ്റില്ല. അപ്പം അതുപോലെയാണെന്ത്? സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. സന്നിഭം അതിന് തുല്യമാണ്. ഏത് തുല്യം? വന്യസന്തപ്ത ലോഹസ്താമ്പ് ബിന്ദുന. അതിൽ വീഴുന്ന വെള്ളത്തുള്ളി പോലെയാണ് എന്ത്? ഇന്ന് മനുഷ്യൻ്റെ ഈ സന്നിഭം അതിന് തുല്യമാണ് മർത്യജന്മം, മനുഷ്യരുടെ ജന്മം എന്ന് പറയുന്നത്. എന്താ? ക്ഷണഭംഗുരം. ക്ഷണനേരം കൊണ്ട് ഭംഗുരമായി തീരുന്നു, നശിക്കുന്നു. ഏതുപോലെയെന്ന് പറഞ്ഞു? വന്യസന്തപ്ത ലോഹ. ഇതാണ് അനുദാഹരണം പറയുന്നത്. പിന്നെയും പറയുന്നുണ്ട്, ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. ചക്ഷുശ്രവണൻ ആരാണ്? ചക്ഷുസ് കൊണ്ട് ശ്രവിക്കുന്നവൻ, പാമ്പിനെയാണ് പറയുന്നത്, നാഗം. ചക്ഷുശ്രവണത്തിൻ്റെ ഗളം അകത്ത് അകപ്പെട്ട ദർദുരം. ദർദുരം എന്താണ്? തവള. ചക്ഷുശ്രവണൻ്റെ വായ്ക്കകത്ത് അകപ്പെട്ട തവള എന്ത് ചെയ്യുന്നു? ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ അതിനകത്ത് ഇരിക്കുക. പാമ്പ് ഏത് നിമിഷവും അതിനകത്ത് വിഴുങ്ങാം. പക്ഷെ എന്നിട്ടും ആ തവളയുടെ ആഗ്രഹം എന്താ? അവളയുടെ എനിക്ക് കുറച്ചുകൂടെ ആഹാരം കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞാൽ തവള ആഗ്രഹിക്കുന്നത്. അപ്പം അതുപോലെയാണ് ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ ഇന്നത്തെ ജനങ്ങൾ എന്തെയ്യുന്ന? കാലാഹിന പരിഗ്രസ്തമാം ലോകവും എങ്ങനെയുള്ള ലോകം? കാലമാകുന്ന അഹി എന്താ? പാമ്പ്. കാലമാകുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ടിരിക്കുകയാണ് ആര്? ഇന്നത്തെ ജനത. അപ്പം കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. ആലോലചേതസ, മനസ്സിൽ ആലോലം, ചാഞ്ചാട്ടമാണ്. എന്താ? അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം, എനിക്കെല്ലാം വേണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലിട്ടുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഭോഗങ്ങൾ തേടുന്നു. എല്ലാ ഭോഗങ്ങളും തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. അപ്പം ഇതെന്ന് പറയുന്നത് വളരെ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജന്മം കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് എപ്പോഴാണ് മരിക്കുന്നത് എന്നൊന്നും ആർക്കും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഇതിനകത്ത് എന്താ? അജ്ഞൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? അജ്ഞൻ എന്താ ചെയ്യുന്നത്? ഒന്നിനെക്കുറിച്ചും എന്ത് ചെയ്യുന്നു? അറിയില്ലെങ്കിലും എന്ത് ചെയ്യും? അറിയാവുന്നതായി ഭാവിക്കും. എന്നാൽ അറിയാവുന്നവർ വല്ലതും പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാലോ അതൊട്ട് അംഗീകരിച്ച് കൊടുക്കുകയുമില്ല ഈ അജ്ഞർ.
അപ്പോൾ അങ്ങനെ അല്പജ്ഞാനികളെ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു സുഭാഷിതമാണ് ഈ കാണുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.